കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ ഓർത്തഡോക്സ് വൈദികൻ തോമസ് പോൾ റമ്പാനെ യാക്കോബായ വിഭാഗം തടഞ്ഞു. ഇന്നലെ രാത്രി മുതൽ തന്നെ യാക്കോബായ വിഭാഗം പള്ളിയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. മുൻപ് 2 തവണയും പള്ളിയിലെത്തിയ റമ്പാനെ യാക്കോബായ വിഭാഗം തടഞ്ഞിരുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി BG വിനീത ചേരുന്നു കോതമംഗലത്ത് നിന്ന്. വിനീത, ഇപ്പോഴെന്താണ് അവസ്ഥ? അദ്ദേഹം അവിടെ തന്നെ ഉണ്ടോ? തീർച്ചയായും ഓർത്തഡോക്സ് സഭയുടെ റമ്പാനും 40ഓളം ആളുകളും ഇവിടെയുണ്ട്. അവർ ഇന്ന് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ റമ്പാൻ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അങ്ങനെ 34 ഭരണഘടന അനുസരിച്ച് മലങ്കര സഭയുടെ വികാരിയായി എന്നെയാണ് അങ്കമാലി ഇടവക ഭദ്രാസന മെത്രാപ്പോലീത്ത യോഹന്നാൻ മാർ പോളികാർപ്പോസ് തിരുമേനി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാകാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം നൽകിയ വിധി അത് ഏത് പ്രസ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിലും നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, വിധി നടപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിരോധനമുള്ള വൈദികരും അതുപോലെ തന്നെ മെത്രാപ്പോലീത്തമാരും സഭാസ്ഥാനികളും ഇന്ന് കോതമംഗലം ചെറിയ പള്ളി കൈയടക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ നിരോധനമുള്ള ആളുകൾ പള്ളിയിൽ നിന്ന് മാറിത്തരേണ്ടത് ആവശ്യമാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, എൻ്റെ മാതാവിൻ്റെ 1ാമത്തെ ചരമവാർഷിക ദിനമാണിന്ന്. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടത്തിയതിന് ശേഷം ഈ പള്ളിയിലൊന്ന് വരുന്നതിനോ മാതാവിൻ്റെ കുഴിമാടത്തിൽ പോകാനും ഇതുവരെ അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമായും ഒരു മകൻ എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഒരമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാനോ അതിനുശേഷമുള്ള ഓർമ്മ പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ആവശ്യമാണ്. നമ്മൾ കയറുന്നുണ്ടോ? അതിപ്പോൾ ഇവിടുത്തെ സൗകര്യം, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നതനുസരിച്ച് പോലീസുമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. പോലീസുകാർക്ക് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് വ്യക്തിപരമായിട്ട് ഞങ്ങളോട് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ട് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അച്ഛൻ വന്നു നോക്ക് എന്നുള്ളതാണ്. ഇതിനകത്ത് വളരെ രസകരമായൊരു കാര്യം, ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ DYSPക്ക് കൃത്യമായി പോലീസ് ഡയറക്ഷൻ ഉള്ളതാണ്. നിരോധനമുള്ളവരെ തടയുവാനും ഞാൻ വികാരിയായിരിക്കുന്ന ഭരണ സംവിധാനം ഇവിടെ നിലനിർത്തണമെന്നും ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ DYSPക്ക് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും വന്നിട്ട് നമ്മൾ മടങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. അപ്പോൾ ഇന്നും ആ ഒരു നിലയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ വന്നിരുന്നു. അന്ന് മൂവാറ്റുപുഴ DYSP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായി. എന്നെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തയ്യാറായില്ല. ഇത് ഞാൻ മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥനെതിരെ കോടതിയുടെ അലക്ഷ്യ നടപടികൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അതിനുശേഷം വരുന്ന ആളുകളും ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്തു തരാത്തതെന്ന് എനിക്കറിയില്ല. സർക്കാരിന് അതൊക്കെ ഒരു ഇലക്ഷൻ തന്ത്രമല്ലേ? ഇതിനു മുമ്പ് ഞാൻ ഇത് കഴിഞ്ഞ് 2018 ഡിസംബറിലുണ്ടായ വിധിയാണ്. അതിനുശേഷം ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എത്രയോ തവണ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. സർക്കാർ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് ഇവിടെ നടപ്പാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? സർക്കാരിൻ്റെ ആർജവത്വക്കുറവാണെന്നാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പലതവണ ചർച്ചയ്ക്ക് പോയിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് എത്രയോ തവണ ഈ ചർച്ചകൾ നടത്തി. മന്ത്രിതല ഉപസമിതി ഈ യാക്കോബായ ഓർത്തഡോക്സ് പ്രശ്നങ്ങളെ തീർക്കാൻ വേണ്ടി മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു സർക്കാർ. അതിനുശേഷം നടന്ന ചർച്ചയിൽ ഓർത്തഡോക്സ് പ്രശ്നം പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുക ചെയ്തത്. എന്നാണ് ചോദ്യം. ഇതിനു മുമ്പ് പലതവണ മന്ത്രിസഭ ഉപസമിതി വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകളെല്ലാം മന്ത്രിസഭാ ഉപസമിതികൾ ഇതിനു മുമ്പ് പലതവണയും വെച്ചിട്ടുണ്ട്. ഇതൊന്നും
ആ താൽക്കാലികമായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക സമയം കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അധപ്പതിക്കുകയാണത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതിനോട് സഹകരിക്കുന്നതിൽ എന്താ ഞാൻ ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ആത്മാർത്ഥത്തോടെ ചെയ്യണം. ഇപ്പോൾ ഈ ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയാണ് പെരുമ്പാവൂർ ബദേൽ സുലോക്ക പള്ളി. അവിടെ ഓർത്തഡോക്സ് പക്ഷത്തിന് 8:45 വരെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ 80-100 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അവിടെ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഓർത്തഡോക്സ് വിഭാഗം. കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ 3-4 ആഴ്ച മുമ്പ് കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു. കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതോടുകൂടി ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും കൂടി ഇല്ലാണ്ടായി. ഇപ്പോൾ അത് മുഴുവൻ യാക്കോബായക്കാർ കൈവശം വെച്ചിരിക്കുകയാണ്. പലതവണ നമ്മൾ ചർച്ചകൾ നടത്തി. പോലീസിന് ഇതെല്ലാം ബോധ്യമാണ്. പക്ഷേ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രതികരണമാണ് റംബാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇതിനു മുൻപ് 3 തവണ ഇത്തരത്തിൽ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാനായി ഇവർ എത്തിയിരുന്നു. എന്നാൽ അന്നൊക്കെ തന്നെ ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ പോലും തങ്ങൾക്ക് പള്ളിക്കുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ പള്ളിക്കുള്ളിലേക്ക് കടത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബായ സഭാവിശ്വാസികൾ വലിയ രീതിയിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ നോക്കിക്കൊണ്ട് വിവരങ്ങൾക്ക് അവിടെ യാക്കോബായ വിഭാഗം പള്ളിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. കോതമംഗലം ചെറിയ പള്ളിയിൽ ഇന്നും സംഘർഷാവസ്ഥയാണ്. അവിടെ വന്ന ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വൈദികൻ തോമസ് പോൾ റമ്പാനെ തടയുകയാണ് അവിടെയുള്ള യാക്കോബായ വിഭാഗം വിശ്വാസികൾ. പോലീസിൻ്റെ സുരക്ഷിതത്വമില്ലായ്മയാണ്, പോലീസ് തനിക്ക് വേണ്ട സുരക്ഷ നൽകാത്തതിനാലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, സർക്കാരിൻ്റെ ആർജവമില്ലായ്മയാണ് ഇതിന് കാരണം എന്നുകൂടെ തോമസ് പോൾ റമ്പാൻ പറയുന്നു.